പടച്ചവരെ ഞങ്ങളുടെ വാപ്പയുടെ അവസ്ഥയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഈ തൊണ്ടക്കുഴിയിലൊരു പൈപ്പ് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാ. തൊണ്ടക്കുഴിയിലേക്ക് ഒരു പൈപ്പ് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നു. അതിനകത്ത് കൂടെയാ ശ്വാസം വലിച്ചു വിടുന്നത്. ആ വാപ്പയുടെ രണ്ട് കൈയും തളർന്നു പോയി മോനെ, രണ്ട് കാലും തളർന്നു പോയി, രണ്ട് കൈയും രണ്ട് കാലും തളർന്നു പോയി. ഇനി അതുകൊണ്ട് പ്രയോജനമില്ല. വാപ്പയുടെ പടച്ചവനെ നട്ടെല്ലിന്റെ ഭാഗം തകർന്നു പോയിട്ട് അല്ലാ തൊണ്ടക്കുഴികളൊരു പൈപ്പ് ഇങ്ങനെ കുത്തിയിറക്കി വെച്ചിരിക്കുന്നു. അതിനകത്തുകൂടെ ഇങ്ങനെ ശ്വാസം വലിച്ചു വിടുകയാ. ഞാൻ കടന്നു ചെന്നപ്പം മക്കള് പറഞ്ഞു, വാപ്പാ ഉസ്താദ് വന്നിരിക്കുന്നു. ആ പിതാവൊന്ന് കണ്ണു തുറന്നു നോക്കി. ഞാൻ തലയിൽ കൈവച്ചിട്ട് ചോദിച്ചു, എന്നെ മനസ്സിലായോ? ആ സാധുവിന് സംസാരിക്കാൻ കഴിയുന്നില്ല. തലയാട്ടി കാണിച്ചു മനസ്സിലായി. കാരണം എന്റെ വയത് കഴിഞ്ഞു ദുആ ചെയ്തിട്ട് കരഞ്ഞിറങ്ങിപ്പോയ പിതാവാ. ആ മനുഷ്യന്റെ തലയിൽ കൈവച്ചിട്ട് ഞാൻ ചെവിയിൽ പറഞ്ഞു, വാപ്പാ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ? നിങ്ങൾ കള്ളു കുടിക്കാൻ പോയപ്പോഴല്ല, നിങ്ങൾ വ്യഭിചരിക്കാൻ പോയപ്പോഴല്ല, നിങ്ങൾ പാപം ചെയ്യാൻ പോയപ്പോഴല്ല, കുടുംബസമേതം വഅദ് കേൾക്കാമെന്നിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് നിങ്ങൾക്കൊരു ആക്സിഡന്റ് പറ്റിയത്. നിങ്ങൾ മരിച്ചു പോയാൽ സ്വർഗമാണ് വാപ്പാ. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരും ബാപ്പാ. ആ സാധുവിന്റെ കണ്ണ് നിറയുകയാ. സന്തോഷം കൊണ്ടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, 10 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് എങ്ങനെ കൊടുക്കണമെന്നറിയില്ല. 10 ലക്ഷം എന്ന ഒരു വലിയ ബാധ്യതയാണ് ആ പാവപ്പെട്ട കുടുംബത്തിന്റെ തലയിലിരിക്കുന്നത്. എങ്ങനെ കൊടുക്കണമെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ആ പാവപ്പെട്ട കുടുംബത്തിനെ, ആ പാവപ്പെട്ട പിതാവിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കണമെന്ന് കരുതിയാ. ഈ മംഗലാപുരത്താ കിടക്കുന്നത്. ഇവിടുന്ന് കിലോമീറ്ററുകൾ ഒരുപാടില്ലല്ലോ. ഒന്ന് പോകണം ചെറുപ്പക്കാരാ. ആ പിതാവിന് നിങ്ങളൊന്ന് പോയി ആ മക്കളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണേ. നിങ്ങൾക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എപ്പോഴെങ്കിലും ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ ആ പിതാവിനോട് നീ കരുണ കാണിക്കണേ അല്ലാ. ഒന്ന് ദുആ ചെയ്യാനെങ്കിലും മറക്കല്ലേ ചെറുപ്പക്കാരാ. അവിടെ നിറങ്ങുമ്പോ അടുത്തൊരു മനുഷ്യൻ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ അല്ലാഹുവേ കുടലിൽ അല്ലാഹുവേ ബ്ലോക്ക് വന്നിട്ട് രക്തം ഇങ്ങനെ വയറിന്റെ അകത്ത് കെട്ടിക്കിടക്കുകയാ. ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. എപ്പോ വേണമെങ്കിലും മരിക്കാം ഉസ്താദേ. കേറിയൊന്ന് ദുആ ചെയ്യുവോ? 2ാം നിലയിലേക്ക് കയറി ചെന്നു. 4ൽ നിന്ന് 5ാമത്തെ നിലയിലേക്ക് കയറി ചെന്നു. അവസാനം ആ മനുഷ്യന്റെ മുന്നിൽ നിന്നും ഒന്ന് ദുആ ചെയ്തു. കുടുംബത്തിനെ സമാധാനിപ്പിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോ അല്ലാ, ഒരു ചെറിയ മകനെയും കൊണ്ടൊരു ചെറുപ്പക്കാരൻ വരികയാ. ഉസ്താദെ അഡ്മിറ്റ് ആക്കാമെന്നതാണ്. ഉസ്താദേ ഉസ്താദേ പടച്ചവരെ എന്റെ പൊന്നുമോന്റെ ഹാർട്ടിന് രോഗമാ ഉസ്താദേ. നാളെ സർജറിയാ, ദുആ ചെയ്യണേ. മോനെ ഒരു ചെറിയ മോനടാ, 1 വയസ്സേ ഉള്ളെന്ന് തോന്നുന്നു. 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചുമോൻ. ഇതുപോലെ എത്രയെത്രയോ പാപങ്ങളെ കാണുന്നവരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, മനസ്സറിഞ്ഞിട്ടൊരു സദഖ കൊടുത്തോ. അസ്സദഖത്തു റത്തുൽ ബലാ. സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവിന് അല്ലാഹു ശിഫാഉ കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ശിഫാഉ കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ. അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. വഅദ് കേൾക്കാൻ പോയിട്ട് തിരിച്ചു പോകുമ്പോൾ ആക്സിഡന്റ് പറ്റിയത് ഏത് ഹോസ്പിറ്റലിലാ ഷാഫി? ഷാഫി ഷാഫി ഏത് ഹോസ്പിറ്റല്? KMC എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം 10 ലക്ഷം രൂപ. ഒരു ഉസ്താദ, 3 മക്കൾ അടുത്ത് നിൽക്കണോ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുക. ഇല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുവേ അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. ആ പിതാവ് മരിക്കാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യൂല. ലോകത്തൊരാളും മരിക്കാൻ വേണ്ടി എൻ്റെ നാവ് കൊണ്ട്